നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 1199 ആണ്ട് കർക്കിടക മാസം 20-ാം തീയതി ഞായറാഴ്ച. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ്. എല്ലാത്തിൻ്റെയും അധിപനാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല, പ്രപഞ്ചം തന്നെ നിലനിൽക്കത്തില്ല. ഇപ്പോൾ സൂര്യൻ്റെ ദിവസമാണ്, ശരിക്കും അവധി ദിവസമാണ്. ഇപ്പോൾ ഇന്ന് ഏറ്റവും പൂയ നക്ഷത്രം വന്നിട്ടുണ്ട്. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ്റെ ദിവസം, ശുഭനക്ഷത്രം. പക്ഷേ അമാവാസിയാണ് ഇന്ന്. അമാവാസി എന്ന് പറയുമ്പോൾ കർത്തവാവ് ദിവസമാണ്. അപ്പോൾ അമാവാസി നമുക്ക് അത്ര കണ്ട് ഗുണഫലത്തെ കൊടുക്കുന്ന ദിവസമല്ല. അപ്പോൾ അമാവാസി നിൽക്കുകയാണ്. തിഥി നോക്കുമ്പോൾ അമാവാസി നിലനിൽക്കുകയാണ്. ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ദിവസം ഉണ്ടാവും. അപ്പോൾ അമാവാസി കൂടെ വരിക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾക്ക് ഇവിടെ വരുന്ന ദിവസം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഈ ദിവസം എടുക്കാൻ പാടില്ല. കാരണം ദിവസമൊക്കെ കൊള്ളാം, നക്ഷത്രം കൊള്ളാം, പക്ഷെ അമാവാസി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്ക് നല്ല ദിവസമാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും അമാവാസിയുടെ ഇരുട്ട് കുറച്ച് നമ്മളെ ജീവിതത്തിലേക്ക് ബാധിക്കാനിട വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും നിങ്ങൾ പൗർണമി പൂജ ചെയ്യണം. എല്ലാ മാസവും പൗർണമി പൂജയ്ക്ക് കൊടുക്കണം. പൗർണമി പൂജയാണ് അമാവാസിക്ക് ഉള്ള പ്രതിവിധി. പൗർണമിക്ക് വെളുത്ത വാവിൻ്റെ അന്ന്, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിൻ്റെ അന്ന് വ്രതത്തോടുകൂടി ശരിക്ക് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കണം. അതേപോലെ ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അർച്ചന ചെയ്ത് പോകണം. അപ്പോൾ ഈ അമാവാസിയുടെ ദോഷം ബാധിക്കാതെ പോകും. ഇന്നും നമുക്ക് രാവുകാല സമയം വരുന്നത് വൈകുന്നേര സമയത്താണ്. രാവുകാലം പറഞ്ഞത് സാധാരണ യാത്രയൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേര സമയത്തായിരിക്കും കൂടുതൽ ആളുകളും പുറത്തൊക്കെ പോണേ. ആ സമയത്ത് തന്നെ രാവുകാലം കയറി വരികയും ചെയ്യാണ്. കലണ്ടറിൽ 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5:10 തൊട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ 4:30 കഴിഞ്ഞുപോയി, അയ്യോ രാവുകാലം തുടങ്ങി എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന 5:10 അയാളെ രാവുകാലം തുടങ്ങുള്ളൂ. പക്ഷേ 6:43 വരെ രാവുകാല സമയമുണ്ട്. 6:43 വരെ രാവുകാല സമയം ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ 5:10 മുമ്പോ അല്ലെങ്കിൽ 6:43 കഴിഞ്ഞോ ഒരു യാത്രയ്ക്ക് പോകണം. അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ ബ്ലോക്ക് ഉണ്ടാവും, സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ടാവും. നമ്മൾ പോകുന്ന സന്തോഷത്തോടുകൂടി പോകുന്ന നമ്മൾ വിഷമത്തിൽ വന്ന് കയറേണ്ടി വരും. അതുപോലെ അന്നത്തെ ദിവസവും നമുക്ക് 2 സമയങ്ങൾ ഒരു കാര്യങ്ങൾക്കും എടുക്കരുത്. യമകണ്ഠനെയും ഗുളികനെയും ഒഴിവാക്കുക. ഗുളികകാല സമയം വരുന്നത് 3:37 തൊട്ട് 5:10 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:31 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിലും പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമാണ്. അപ്പോൾ അമാവാസിയാണ് എങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം വിനിയോഗിക്കുക. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് മിക്സായിട്ടുള്ളത്, അതുപോലെ താമരപ്പൂവിൻ്റെ കളറിലുള്ളത്, ചുടുകല്ലിൻ്റെ കളറിലുള്ളത് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. റോസ് കളറൊക്കെ ഇടാം. സൂര്യന് ഇഷ്ടപ്പെട്ട കളറുകളാണ്. ഇതിട്ടുകൊണ്ട് നമ്മളിന്ന് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് അത്രയും ഭാഗ്യദായകമായി തീരും.
അപ്പോൾ എല്ലാ പേർക്കും ഇന്ന് നല്ല ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.